ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ഒരു യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ട ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ്, നമ്മളുടെ ഒരു മിനി സ്റ്റുഡിയോ എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടുപോകുന്ന എൻ്റെ ഒരു മിനി സ്റ്റുഡിയോ ബാഗ്. അപ്പോൾ ആദ്യം നമുക്ക് അജയുടെ മമ്മി എപ്പോഴും പറയും, എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി, ആനിയുടെ ജീവിത ബാഗാണിതെന്ന്. ഒരു ദിവസത്തിന് പോയാലും 10 ദിവസത്തിന് വേണ്ടി പോയാലും ഒക്കെ ഈ ബാഗില്ലാതെ ഞാൻ ഒരിക്കലും ഒരിടത്തും പോവില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലാപ്ടോപ്പ്, വാട്ട്സ് ഇൻ മൈ ബാഗ് ഒക്കെ പറയുന്ന പോലെ അല്ലേ. ഇതൊക്കെ ഇച്ചിരി പഴഞ്ചനാണ്, കാരണം 6-7 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ബോക്സൊക്കെ ഒരുമാതിരി ആയി കേട്ടോ. ഇനി യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ മാറ്റാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി എൻ്റെ ഹെഡ്ഫോണും മൗസും ആണ് ഇരിക്കുന്നത്. മൗസിന് വേറൊരു ബോക്സ് വെക്കേണ്ടതാണ്. പിന്നെ ബോക്സുകൾ ഒരുപാട് കൂട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ ഹെഡ്ഫോണിൻ്റെ ബോക്സിൽ തന്നെ എനിക്കൊരു സ്പേസ് ഉണ്ട്. ലാപ്ടോപ്പിൻ്റെ ചാർജറൊക്കെ എപ്പോഴും മറന്നു പോകുന്നതാണ്, കാരണം നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെ ചാർജറൊക്കെ എടുത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലം വരെ വന്നിട്ട് ചാർജർ എടുക്കാൻ മറന്നിട്ട് ഞാൻ പിന്നെയും തിരിച്ചൊക്കെ പോയിട്ടുണ്ട്. അതൊരു വലിയ വലിയ കഥ. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് തുറക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ കമ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നത്. XLR കേബിളാണ്. XLR കേബിള് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ പൗച്ചാണ്. ഇതെൻ്റെ മേക്കപ്പ് പൗച്ച് അല്ല, ഇത് സൗണ്ട് കാർഡ്. ഇത് സ്റ്റുഡിയോയിൽ കണ്ടിട്ടില്ലേ, ഞാൻ അത് അതേപോലെ ഇങ്ങ് എടുത്തുകൊണ്ട് വരും കേട്ടോ. വേറെ സൗണ്ട് കാർഡ് എൻ്റെ ഉണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് ഓക്കെ. പഴയതാണ്, അജയ് എനിക്ക് തന്നതാണ്, പക്ഷെ നല്ലതാണ്, കംപ്ലീറ്റ് ഓഡിയോ 6-ൻ്റെ. അപ്പോൾ അതും അതിൻ്റെ കേബിളും ഇത് മറന്നു പോകുന്നതാണ്, കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇത് പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കേബിൾ വിട്ടു പോകാറുണ്ട്. പിന്നെ മൈക്ക്, നിങ്ങൾ സ്റ്റുഡിയോയിൽ കണ്ടിട്ടില്ലേ ഈ മൈക്ക്? ഇത് ആക്ച്വലി വേറെ വേറെ ബോക്സുകളോ പൗച്ചുകളൊക്കെ തന്നെ വേണം. മൈക്കൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളൊക്കെയാണ്. തീർന്നോ? ആണ്ടേ, ഇതുപോലൊരു മൈക്ക് സ്റ്റാൻഡുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ടേബിളിൽ ഘടിപ്പിച്ച് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി ഇത് സ്ക്രൂ ചെയ്ത് മൈക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പോപ്പ് ഫിൽറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഒരു സാധനം കൂടെ ഞാൻ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു UPS അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസറോ ഞാൻ എടുക്കാറുണ്ട്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ലാപ്പൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ചാർജറൊക്കെ അടിച്ചു പോവും, ലാപ്ടോപ്പിനൊക്കെ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റെബിലൈസറും UPSും എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇന്ന് കൊണ്ടുവന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ നേരത്തെയും ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹോട്ടലിലെ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റു ഫ്രഷായി ഒരു 3 മണിയാകുമ്പോൾ എൻ്റെ ഡ്യൂട്ടി തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടില്ലേ, പോക്കറ്റ് FM എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 മണിക്ക് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ ഫയൽസൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് മെയിൻ എൻ്റെ ജോലി. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് 1-2 ഡബ്ബിങ്ങും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 1-2 എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ടൊന്നും മറക്കാതെ മൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് മൈക്കൊക്കെ സെറ്റ് ചെയ്യുന്നത് നോക്കിയാലോ. മെയിനായിട്ടൊരു കാര്യം, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഹോട്ടലിൽ ഒരു ടേബിളുള്ള റൂം മസ്റ്റായിട്ട് വേണം. ഞാൻ എവിടെ റൂം എടുത്താലും ആദ്യം നോക്കുന്നത് എനിക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, മൈക്ക് സ്റ്റാൻഡ് ഘടിപ്പിക്കാൻ പറ്റുന്ന ടേബിൾ ഉണ്ടോ എന്നാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടേബിളില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മടിയിലൊക്കെ എത്ര നേരം വെച്ച് നമ്മൾ വർക്ക് ചെയ്യും. മാത്രമല്ല മൈക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രൊഫഷണലും അല്ല. ഓഫ് ആക്സിസിൽ പോവാതെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ മൈക്ക് സ്റ്റാൻഡ് വേണമല്ലോ. മൈക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ചടപടേന്നാവും. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഇത്രയും വീതിയാണ് ഈ ടേബിളിനുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള ടേബിളാണ്. കട്ടിയില്ലാത്ത വെയിറ്റ് ഇല്ലാത്ത ടേബിളൊന്നും കൊണ്ട് കണക്ട് ചെയ്യല്ലേ. അത്യാവശ്യം മുറുക്കണം കേട്ടോ, കാരണം നമ്മുടെ മൈക്കിന് വെയിറ്റ് ഉള്ളതാണ്. മൈക്ക് താഴെ വീഴരുത്. ഇനി നമുക്ക് നമ്മുടെ മൈക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരെയാക്കി ഇതിനകത്ത് നമ്മൾ മൈക്ക് വെക്കും. ഇത് നമുക്ക് ഇങ്ങനെ പൊക്കിയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും? മൈക്കിൽ നിന്ന് സിഗ്നൽ കാർഡിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? കേബിളാണ്. അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. നമ്മൾ മൈക്ക് കണക്ട് ചെയ്യാൻ ഒരു ടേബിൾ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ,
അത് നമ്മളൊരു ടേബിൾ കണ്ടു, സെറ്റ് ചെയ്തു. പക്ഷേ ഈ ടേബിളിനോട് ചേർന്ന് നമുക്ക് പ്ലഗ് പോയിന്റ് വേണം. ഞാനത് പറയാൻ മറന്നുപോയി. മിക്ക ടേബിൾസും പ്ലഗ് പോയിന്റിനടുത്ത് തന്നെ ആയിരിക്കും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സൗണ്ട് കാർഡിലേക്ക് നമ്മളുടെ മൈക്കിൽ നിന്ന് പോകുന്ന കേബിള് കണക്ട് ചെയ്യണം. എവിടെ? ഇൻപുട്ടിലേക്ക്. ഇതിനകത്ത് 2 ഇൻപുട്ടുണ്ട്. ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് ഞാൻ നമ്മളുടെ കേബിൾ കണക്ട് ചെയ്തു. ഈ നമ്മളുടെ സൗണ്ട് കാർഡ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു എനർജി, ഈ ഒരു സിഗ്നല് മൈക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നുണ്ട്. ഈ മൈക്കിൽ നിന്ന് കേബിൾ വഴി നമ്മളുടെ സൗണ്ട് കാർഡിലേക്ക് പോകും. ഓഡിയോ ഇൻ്റർഫേസ് എന്നൊക്കെ പറയും കേട്ടോ. ഈ സൗണ്ട് കാർഡിൽ ഒരു കൺവേർഷനാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഈ മൈക്കിൽ നിന്ന് പോകുന്ന സിഗ്നല് വളരെ നേർത്ത ഒരു സിഗ്നലായിരിക്കും. ആ സിഗ്നലിനെ സൗണ്ട് കാർഡിൻ്റെ പ്രീആംബ് ഒരു സ്ട്രോങ്ങർ അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള സിഗ്നലാക്കി മാറ്റും. അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. ഈ സൗണ്ട് കാർഡിൻ്റെ പ്രീആംബാണ് ഈ നേർത്ത സിഗ്നലിനെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോൾട്ടേജ് കൂടിയ ഒരു സിഗ്നലാക്കി മാറ്റുന്നത്. ആ ഒരു ഇലക്ട്രിക്കൽ വോൾട്ടേജിനെ സൗണ്ട് കാർഡ്, അത് ആക്ച്വലി അനലോഗാണ്, അതിനെ ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നുണ്ട്. എന്തിനാണ്? അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കമ്പ്യൂട്ടറിന് 0, 1 ബൈനറി നമ്പേഴ്സ് ആണല്ലോ മനസ്സിലാവുന്നത്. അതാണല്ലോ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ്, നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഈ ഇലക്ട്രിക്കൽ വോൾട്ടേജിനെ നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ ഒരു കൺവേർഷനാണ് നമ്മളുടെ സൗണ്ട് കാർഡിൽ നടക്കുന്നത്. അവിടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ നടന്നു. അത് കമ്പ്യൂട്ടറിലേക്ക് പോകുന്നത് എങ്ങോട്ടായിരിക്കും? നമ്മളുടെ സോഫ്റ്റ്വെയറിലേക്കായിരിക്കും. ഡോ എന്ന് പറയും, ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ. ക്യൂബേസ്, റീപ്പർ, പ്രോ ടൂൾസ്, അതുപോലെ സൗണ്ട് ഫോർജ്, ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകളെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ. ഡോ എന്ന് ഷോർട്ടാക്കി പറയും. അപ്പോൾ നമ്മളെല്ലാം വർക്ക് ചെയ്തു, ഒരുപാട് എഫക്ട്സ് ഒക്കെ ഇട്ട് നമ്മളുടെ ശബ്ദമൊക്കെ അടിപൊളിയാക്കി. ഇനി ഈ ഓഡിയോ ഇൻ്റർഫേസിൽ തന്നെ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിനി കേൾക്കാൻ വേണ്ടിയിട്ട്. ആ ഡിജിറ്റലിനെ അനലോഗായി തിരിച്ച് കൺവേർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡിയോ മോണിറ്ററിലോട്ടോ, സ്റ്റുഡിയോ മോണിറ്റർ എന്ന് പറഞ്ഞാൽ സ്പീക്കറിലോട്ടോ നമ്മളുടെ ഹെഡ്ഫോണിലോട്ടോ കൺവേർട്ട് ചെയ്ത് നമുക്ക് കേൾക്കുന്ന ഒരു രീതി ആക്കുന്ന ഒരു ജോലിയാണ് ഈ ഓഡിയോ ഇൻ്റർഫേസിന് അല്ലെങ്കിൽ സൗണ്ട് കാർഡിനുള്ളത്. ഇത് വളരെ ബേസിക് ആയിട്ടാണ് പറഞ്ഞത്. കുറച്ചും കൂടി ആഴത്തിൽ ഇതിനെപ്പറ്റി പഠിക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് സാമ്പിളിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ADC ചിപ്പ് എന്താണ്, ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയുക. അപ്പോൾ നമ്മൾ നമ്മുടെ സൗണ്ട് കാർഡ് വെച്ചു. സൗണ്ട് കാർഡ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുത്ത് വെക്കാം. ലാപ്ടോപ്പിലേക്ക് നമ്മുടെ സൗണ്ട് കാർഡും ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ കേബിൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെയാണ് പൊതുവെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹോട്ടലിലിരുന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഹെൽപ്പായെന്ന് വിചാരിക്കുന്നു. ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എക്യുപ്മെൻറ്റ്സ് ആണ് സൗണ്ട് കാർഡും മൈക്രോഫോണും ലാപ്ടോപ്പും, അതുപോലെ നമ്മളുടെ ഒരു സ്റ്റാൻഡും പോപ്പ് ഫിൽറ്ററും. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്പായെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ. ഹലോ, ഒരു കുട്ടി റിമൈൻഡർ തരട്ടെ ലൈഫിനെ പറ്റിയിട്ട്. എവറി സിറ്റുവേഷൻ ഇൻ ലൈഫ് ഇസ് ടെമ്പററി. സോ വെൻ ദ ലൈഫ് ഇസ് ഗുഡ്, മേക്ക് ഷുവർ യു എൻജോയ് ആൻഡ് റിസീവ് ഇറ്റ് ഫുള്ളി. കേട്ടോ? അപ്പോൾ വെൻ ദ ലൈഫ് ഇസ് നോട്ട് സോ ഗുഡ് ആണെങ്കിലോ, റിമെമ്പർ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ് ഫോർ എവർ ആൻഡ് ബെറ്റർ ഡേയ്സ് ആർ ഓൺ ദ വേ. അപ്പം ഒന്നിനും ആലോചിച്ച് ബേജാറാവണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. ഓക്കെ, ബൈ.